വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ. പോരാത്തതിന് സൺഡേ ആയതുകൊണ്ട് പാരൻസിനെയൊക്കെ നമ്മൾ ചട്ടം കെട്ടി നിർത്തിയിട്ടുണ്ടാവും. ഇന്ന് പാർക്കിൽ പോകണം, സിനിമയ്ക്ക് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നുള്ളതൊക്കെ ആയിട്ട്. സോ നിങ്ങളുടെ സൺഡേ ഒക്കെ അങ്ങനെ നടക്കട്ടെ. ഇനി ഞാൻ ഈ ഒരു ഐറ്റം കാണിച്ചു തരാം. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, എന്നാലും എന്താ ഇതിനെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. നമ്മുടെ ഉത്സവപ്പറമ്പിലായാലും പോലും കാണാവുന്ന ഒരു ഐറ്റമാണ്. വെറും 100-120 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്ന കിടുക്കനായിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കാം കേട്ടോ. സോ അങ്ങനെ ഞാൻ ഇന്നൊരു റെയിൻബോ കീ ചെയിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ നമ്മുടെ കയ്യിൽ അങ്ങനെ പറ്റി പിടിച്ചിരിക്കുക, അങ്ങനെ ഒട്ടിയിരിക്കുക, അങ്ങനത്തെ നമുക്ക് ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല രസമാണ് ഇതും കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അതാണ് വേറൊരു ഹൈലൈറ്റ് ഇതിൻ്റെ. ഇത് നമുക്ക് സമയം കളയാണ്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ നമ്മളുടെ കളറിൻ്റെ ഓർഡർ ഉണ്ടല്ലോ, വിബ്ജോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ. ആ ഓർഡർ അനുസരിച്ചിട്ട് ഓരോ കളേഴ്സ് എടുക്കുക, ഒരു കുഞ്ഞു ഉണ്ടയാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഫ്ലോറിൽ വെച്ചിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ പയ്യെ ഇങ്ങനെ കൈ കൊണ്ട് ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പയ്യെ ഇങ്ങനെ നീളത്തിലായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ഒരു പോലെ ഷേപ്പിലാക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കളർ എടുക്കുക. റിപ്പീറ്റ് ദ സെയിം പ്രോസസ്സ്. ആ കളറിൻ്റെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കളറിൻ്റെ മേലെയായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ 7 കളേഴ്സോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കളേഴ്സും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ജ്വല്ലറിയൊക്കെ മേക്ക് ചെയ്യണതിന് നമ്മളൊരു റിങ് യൂസ് ചെയ്യില്ലേ, ഐപ്പെന്നൊന്നും അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അതും കൂടി നമ്മളൊന്ന് ഇറക്കി കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ താഴത്തേക്ക് കുറച്ച് എക്സ്റ്റൻഷനൊക്കെ ആയിട്ടുണ്ടായിരിക്കില്ലേ, നമ്മളുടെ ATM കാർഡോ അങ്ങനത്തെ എന്തെങ്കിലും കാർഡൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് പയ്യൊന്ന് നമ്മളിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈൻ കിട്ടും. സ്കെയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എക്സസ് ആയിട്ടുള്ളത് നമുക്ക് മാറ്റിക്കളയാം. ഇനി ആ എക്സസ് വെച്ചിട്ട് ഞാൻ 2 സ്റ്റാറും കൂടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ബോളും കൂടി ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റാറിന് നമ്മൾ സാധാരണ പറയുന്നത് ഒരു 5 കോർണേഴ്സ് ഉണ്ടെന്നല്ല പറയണേ. അതുമാതിരി ആ ബോളിൻ്റെ അവിടെ ഇവിടെ ഒരു 5 കോർണറിലായിട്ട് നമ്മളിങ്ങനെ പിടിക്കുക. അപ്പം നമുക്ക് നല്ലൊരു സ്റ്റാറിനെ കിട്ടും കേട്ടോ. എന്നിട്ട് ആ സ്റ്റാറിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതില്ലേ, ജ്വല്ലറിയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ഹോളുള്ള സാധനം, അതും കൂടി ഒന്ന് ഇറക്കി കൊടുക്കുക. അതുമാതിരി ഞാൻ 2 സ്റ്റാർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടെ നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് സെറ്റാക്കാനായിട്ട് അവിടെ വയ്ക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കളേഴ്സൊക്കെ ചിലപ്പോൾ മിക്സ് ആയിപ്പോയിന്ന് വരും. നമ്മൾ യൂസ് ചെയ്ത് വെച്ചാണ് ആ ഷേപ്പ് മാറിപ്പോയിന്ന് വരും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സോ അതുകൊണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക. ഇനി നമുക്ക് കുറച്ച് മേഘങ്ങൾ വേണം. ഞാൻ എന്നിട്ട് യൂസ് ചെയ്തേക്കുന്നത് വൈറ്റ് തന്നെ, അതിൻ്റെ സെയിം കളർ എടുത്തിട്ട് ഞാനിങ്ങനെ വെറുതെ ഞാൻ കണ്ടില്ലേ അതുമാതിരി വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു മേഘത്തിൻ്റെ ഷേപ്പ് പോലെ കട്ട് ചെയ്തെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബോൾസ് പോലെ നമുക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കുകയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് കവർ ചെയ്തെടുക്കുന്നു കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് വൃത്തികേടായിട്ട് തോന്നി. പക്ഷേ മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ലപോലെ അത് ഒട്ടിപ്പിടിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് വിട്ടു കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ആൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതൊക്കെ കൂടെ നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജംപ് റിങ്സ് ഇല്ലേ, ആവശ്യത്തിന് ജംപ് റിങ്സ് എടുക്കുക. നമ്മളുടെ ഓരോ ആ 2 സ്റ്റാർസും നമ്മളുടെ മറ്റേ റെയിൻബോയിലേക്കും കൂടി അത് കണക്ട് ചെയ്തിട്ട് നമ്മൾ കീ ചെയിൻ്റെ ആ ഒരു ചെയിനും കൂടി ഇല്ലേ, അതിലേക്കും കൂടി ഒന്ന് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അയ്യോ പറയാനായിട്ട് മറന്നു പോയിട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഇനി ആൾക്കാരുണ്ടെന്ന് അറിയാം. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടണും കൂടി ഒന്ന് എടുത്തിട്ട് പോട്ടോ. പിന്നെ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ.